everyone, and welcome to my YouTube channel. I am so excited to have you all here today to join me for this very special new video. ഓക്കെ, അപ്പോൾ തുടങ്ങിയാലോ. ഒരു പേപ്പറും പേനയും കയ്യിൽ കരുതുക. എന്ത് ചാനലാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി തീരുമാനിച്ചിരിക്കണം. ചാനലിനിടാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പേര്, മെയിൽ ID, പാസ്വേഡ് എന്നിവ മറക്കാതെ ആ പേപ്പറിൽ എഴുതി വയ്ക്കുക. ഈ മെയിൽ IDയും പാസ്വേഡും ഒരിക്കലും മറന്നു പോകരുത്. അതിനുവേണ്ടിയാണ് ഇത് എവിടെയെങ്കിലും കുറിച്ചിടണമെന്ന് പറയുന്നത്. 2 രീതിയിൽ മെയിൽ ID ക്രിയേറ്റ് ചെയ്യാം. 1, ഗൂഗിൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഓൾറെഡി നമ്മുടെ ഫോണിലുള്ള മെയിൽ ID ക്ലിക്ക് ചെയ്യുക. സ്വിച്ച് അക്കൗണ്ടിൻ്റെ താഴേക്കുള്ള ആരോ പ്രസ് ചെയ്ത് ആഡ് അനദർ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഫോൺ സ്വൈപ്പ് ചെയ്തതിന് ശേഷം മുകളിലെ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. ആ പേജ് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അവിടെ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഫോണിലുള്ള മെയിൽ ID കാണിക്കും. അതിൻ്റെ റൈറ്റ് സൈഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും ആഡ് അനദർ അക്കൗണ്ട് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മളുടെ ഫോണിൻ്റെ പിന്നല്ലേ പാറ്റേൺ ഉപയോഗിച്ച് അൺലോക്ക് ചെയ്യുക. താഴെ കാണുന്ന ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് ഫോർ മൈ പേഴ്സണൽ യൂസ് എന്നത് സെലക്ട് ചെയ്യുക. അവിടെ നമ്മുടെ ചാനലിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ ചാനലിന് യൂട്യൂബ് ലാബ് 85 എന്നാണ് ടൈപ്പ് ചെയ്തത്. അതുപോലെ നിങ്ങൾ ഇടാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതവിടെ ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും മെയിൽ ഓർ ഫീമെയിൽ എന്നതും സെലക്ട് ചെയ്ത് കൊടുക്കുക. താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ പേജിൽ നിന്നും ലഭ്യമായ ജിമെയിൽ അഡ്രസ്സുകളിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ ക്രിയേറ്റ് യുവർ ഓൺ ജിമെയിൽ അഡ്രസ്സ് എന്നത് സെലക്ട് ചെയ്യുക. അവിടെ നമ്മുടെ ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് അടിച്ച് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് അടിച്ച് നമ്മുടെ ഫോൺ നമ്പർ കൊടുത്ത് വെരിഫൈ ചെയ്യുക. അതിനുശേഷം വരുന്ന പേജ് സ്ക്രോൾ ചെയ്ത് ഐ എഗ്രി എന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ പുതിയ മെയിൽ ID ക്രിയേറ്റ് ആയി. ഫോണിൽ നിലവിലുള്ള മെയിൽ ID യൂസ് ചെയ്യുന്നവർക്ക് ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം. അടുത്തത് നമ്മുടെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം. അതിനായി യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്യുക. താഴെ ഫോണിൽ കാണുന്ന നിലവിലുള്ള മെയിൽ ID ഓപ്പൺ ചെയ്യുക. ചാനലിൻ്റെ മുകളിലെ അക്കൗണ്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് കാണിക്കും. അത് ക്ലിക്ക് ചെയ്യുക. താഴെ കാണുന്ന നമ്മളുടെ പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. നമ്മുടെ ചാനലിൻ്റെ സൈഡിൽ കാണുന്ന വ്യൂ ചാനൽ പ്രസ് ചെയ്യുക. അപ്പോഴേക്കും ഇങ്ങനെയൊരു പേജ് കാണിക്കും. അവിടെ എഡിറ്റ് ചാനൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഈ പേജിലേക്ക് വരുന്നതാണ്. അതിൽ ക്രിയേറ്റ് ചാനൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ഓപ്പൺ ആകും. അവിടെ വ്യൂ ചാനലിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. അവിടെ എഡിറ്റ് ചാനൽ എന്നതിൽ പ്രസ് ചെയ്യുക. ഇവിടെ നമ്മുടെ ചാനലിൻ്റെ പേരും ഹാൻഡിലും ഒക്കെ ഓൾറെഡി കാണും. ഇനി നമ്മൾക്കിവിടെ സെറ്റ് ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷൻ എന്ന ഭാഗമാണ്. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ചാനൽ എന്തുമായി ബന്ധപ്പെട്ടതാണോ അതെല്ലാം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തത് അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന മൈ കമ്മ്യൂണിറ്റി എന്ന ഓപ്ഷൻ ഓഫ് ആക്കിയിടുക. പ്രൈവസി എന്ന ഓപ്ഷൻ ഓൺ ആക്കിയും ഇടുക. അടുത്തത് പ്രൊഫൈൽ പിക്ചർ ക്ലിക്ക് ചെയ്ത് ഗ്യാലറിയിൽ പോയി നമുക്കിഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യുക. അത് അവിടെ അപ്ലോഡ് ചെയ്യുക. കവർ ഫോട്ടോയുടെ അവിടെ ക്ലിക്ക് ചെയ്ത് ഗ്യാലറിയിൽ നിന്നും നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന കവർ ഫോട്ടോ എടുത്ത് അവിടെ അപ്ലോഡ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇപ്പോൾ ക്രിയേറ്റ് ആയി. ഇനി കവർ ഫോട്ടോ എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് അടുത്ത വീഡിയോയുമായി വരാം. അതിനുവേണ്ടി ഇൻഷോട്ട്, ക്യാൻവ എന്നീ ആപ്പുകളൊന്ന് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നാളെ കാണാം. ബൈ ബൈ.